നമ്മുടെ സമയത്തിനും കാശിനും വലിയ വിലയുണ്ട് എന്നത് ഓരോ സെക്കൻഡിലും ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മലയാളം ഡബ്ഡ് വേർഷനാണ് ഞാൻ കണ്ടതും. പല ഡയലോഗ്സ് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ ഒരു പിടുത്തവുമില്ലാതെ പോവുകയായിരുന്നു. സംവിധാനം അത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോട്ടെ, അഭിനയിക്കുന്നവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമോ അവർ എന്താണ് പറയുന്നത് എന്നുള്ളത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പകയും മോക്ഷവും പുനർജന്മവും ഒക്കെ ആയാണ് വൃഷഭയുടെ ആർക്ക് വികസിക്കുന്നത്. പക്ഷേ പ്രേക്ഷകൻ എന്ന നിലയിൽ തിയേറ്ററിൽ നിന്നും ഒന്ന് മോക്ഷം കിട്ടിയെങ്കിൽ എന്ന അവസ്ഥയും. വരാനുള്ളത് വല്ല വിധേനയും വഴി തങ്ങുന്നു കരുതി, പക്ഷെ നടന്നില്ല. ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു. അപരാധപ്പിറവിയുടെ സകല അവിഞ്ഞ ഭാവങ്ങളും ആവാഹിച്ച സിനിമയുടെ ഇപ്പോഴത്തെ പേര് വൃഷഭ എന്നാണ്. ദാ ഖാണ് എന്ന രീതിയിലാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയത്. ഗോപിച്ചേട്ടാ, നന്മയുടെ വിളനിലമായ ഞങ്ങൾക്ക് കുറച്ച് മുന്നേ വരെ മാതൃകയായിരുന്ന ഗോപിച്ചേട്ടനാണോ ഞങ്ങളുടെ സംസാരിക്കുന്നത്? ചിലപ്പോൾ ശ്രമങ്ങൾ പാളിപ്പോകുന്നാകാം. അപ്പോഴും ഒരു ഘട്ടത്തിലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ഒരു ശ്രമം, ആത്മാർത്ഥമായ ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലും തോന്നാത്ത ഒരു സിനിമ. ഒരു സിനിമ നന്നാവണമെങ്കിൽ അതിലെല്ലാ ഘടകങ്ങളും നന്നാവണം. നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് ഒരു ബോധമില്ല. തെലുഗുലേക്ക് കൊണ്ടുപോയി രാജാവ്, ബിസിനസ്മാൻ എന്ന രീതിയിൽ ഡബിൾ റോളൊക്കെ കൊടുത്ത് ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു രീതിയിലും ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നാണ് തോന്നിയത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ലഭിച്ചവന്റെ കവിളത്തേക്ക് കൊതുകിനെ പറത്തിവിട്ട് അതിനെ കൊല്ലാൻ പറത്തിവിട്ടവൻ തന്നെ തോക്കെടുത്ത് വെടിവെച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. ഇത് ചേട്ടൻ ചൂടാവണമെന്നല്ല, എനിക്കറിയാം, ടോണല്ലേ ഇത്. ഞാൻ ശരിക്കും ചൂടായതാണ്. നടനായും താരമായും പതിറ്റാണ്ടുകളായി തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഒരു പടമൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? എനിക്കപ്പോ തെറ്റി. നിരാശയുടെ പടുകുഴിയിലേക്ക് പ്രേക്ഷകരെ കൂടെ തള്ളിവിട്ട 2 മണിക്കൂർ 7 മിനിറ്റുകൾ. മോക്ഷം ലഭിച്ച് തിയേറ്റർ വിട്ടാലും ആ നിരാശയുടെ വേദന അങ്ങനെയൊന്നും മാറാതെ ഇരിക്കുന്ന അവസ്ഥ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി.